ഹായ്, വെൽക്കം ടു അക്ഷിത വ്ളോഗ്. നമ്മൾ 2026 ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫാമിലിയുടെ കൂടെ, എൻ്റെ ഫാമിലി മീൻസ് എൻ്റെ നിക്കു കുടുംബത്തിൻ്റെ കൂടെയുള്ള ഒരു കുട്ടി വ്ളോഗാണ്. ഞങ്ങൾക്ക് ഇന്ന് ടീം ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളൊരു ബീച്ച് സൈഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബഹൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പ്രൈവറ്റ് സ്പേസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ ചുമ്മാ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ആയിട്ട് ആരെങ്കിലും അറിയണം. അങ്ങനെ ഞങ്ങൾക്കൊരു എന്താ പറയുക, ബൈലക്ക് അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ കിട്ടിയൊരു പ്ലേസാണ്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു പറഞ്ഞാൽ ഒത്തിരി എൻജോയ് ചെയ്തു. ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടലിൽ ഇത്രയ്ക്കും ഇറങ്ങണത്. ആ കിണത് എൻ്റെ ചെരുപ്പാട്ടോ, എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ എനിക്ക് എൻ്റെ ചെരുപ്പ് തിരിച്ചെടുത്ത് തന്നാണ്. ഇതാണ് ശരിക്കും ആ പ്ലേസ് എന്ന് പറയുന്നത്. നമ്മളവിടെ ചെന്നത് ഒരു 7-8 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം വെയിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ പേര് ഫോട്ടോഷൂട്ട്, കുറേ പേര് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇത് നമ്മുടെ നിക്കുവിലെ ഇന്ത്യൻസും ഉണ്ട്, ഫിലിപ്പിനോസും ഉണ്ട്, സുഡാനീസ് ഉണ്ട്, അങ്ങനെ മൊത്തം നമ്മുടെ ഓൾ നിക്കു ഫാമിലിയാണ്. പിന്നെ സത്യമായിട്ട് നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെ എന്ത് പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്താലും കുറച്ച് പേര് ഡ്യൂട്ടിയിൽ പെട്ടുപോകും അല്ലേ. അങ്ങനെ കുറച്ച് പേർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവർ ഈ പ്രോഗ്രാം നന്നായിട്ട് മിസ് ചെയ്തു, ഈ പ്ലേസ് അവർ നന്നായിട്ട് മിസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കടലാന്ന് പറഞ്ഞാലും അത്രയ്ക്ക് വലിയ തിരിയൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഒരു സൈഡാണ് കേട്ടോ. കുറേ മീൻ പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള ആയിട്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ ഷിപ്പിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിൻ്റെ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊന്നും നമ്മൾ പോയില്ല. നമ്മൾ ജസ്റ്റ് ഫുഡ് ഗ്രില്ല് ചെയ്ത് കഴിച്ചു. പിന്നെ അങ്ങനെയൊക്കെ കുറേ നേരം കടലിൽ നീന്തി, പിന്നെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഈ ദിവസം എൻജോയ് ചെയ്തു. ഇത് നമ്മുടെ ആത്തിമലയുടെ കുറച്ച് ഫ്രണ്ട്സാണ്. ഈ ഫ്രണ്ട്സാണ് കേട്ടോ നമുക്ക് ഫുഡ് ഗ്രില്ലൊക്കെ ചെയ്ത് തന്നത്. ഇത് ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാട്ട്. നമ്മൾ ഫസ്റ്റായിട്ട് കടലിലോട്ട് എൻ്റർ ചെയ്തതാണ്. അത്രയും ഭാഗം ക്ലീനാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവുള്ളൂ. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത, വെള്ളത്തിൽ കിടന്ന് മറഞ്ഞതും ടിക്ടോക്കായിട്ട് എടുത്തതും ഒക്കെ എൻ്റെ ഫോണിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഫോണിലെടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ വ്ളോഗിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ നോക്കട്ടെ, പറ്റാന്നുണ്ടെങ്കിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് പിന്നീട് ഒരു വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ആദ്യത്തെ വ്ളോഗ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, എൻ്റെ നിക്കു ടീമിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഞാനപ്പോൾ എല്ലാവരോടും ചോദിച്ചു കേട്ടോ, ഞാൻ വ്ളോഗ് ഇടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് പൻസിറ്റ് ഉണ്ടായിരുന്നു. അത് ഫിലിപ്പീൻസ് ഫുഡാണ്. ഏകദേശം നമ്മുടെ ന്യൂഡിൽസിൻ്റെ പോലെയൊക്കെ തന്നെയാണ്. അതിനകത്ത് ചിക്കനും എല്ലാം മീറ്റും ഇടും. പിന്നെ ഓരോരുത്തർ വരുന്ന കേട്ടോ. വരുന്നതാണ് ഞങ്ങളുടെ ഗ്രേസ്. അവളാണ് ഞങ്ങളുടെ PCC, പേഴ്സൺ സെൻറ്റേഡ് കെയറിൻ്റെ ചെയർപേഴ്സൺ. അപ്പോൾ ഇവരാണ് നമുക്കിങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഓർഗനൈസ് ചെയ്ത് തരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അവൾ അതിന് ഇങ്ങനെ വരാൻ വേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്തായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ജെർലിയുടെ മോനാണ്. അവനെ വെള്ളം കണ്ടപ്പോഴത്തോണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ കുട്ടീസാണ് ഈ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മോളേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്ചേട്ടനും ആളൂട്ടിയും ഉള്ള ഒരു സമയത്തായിരുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്തേനെ. ഞാൻ അവൻ്റെ പുറകെ പോയതാണ്, പക്ഷെ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തില്ല. അത് അലൈക്കാണ്. അങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ നഴ്സ് മാനേജർ ആത്തിമില, പിന്നെ ഇത് നമ്മുടെ ബാക്കി ചേച്ചിമാരും കുട്ടിപ്പട്ടാളങ്ങളും വരുന്നതാണ് കേട്ടോ. നീനു ചേച്ചി, മഞ്ജു ചേച്ചി, സുജിത, പിന്നെ ആദിയും ഹനിയും, അവരൊക്കെ എല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നത്. ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അവളെ മേക്കപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കണ്ടാൽ പൊക്കുമോ അങ്ങനെ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഭയങ്കര പുട്ടിയിടലായിരുന്നു. അത് ഈ പുട്ടിയിട്ടത് എന്തിനാണെന്നും കൂടെ നിങ്ങൾ അറിയണം. വെള്ളത്തിൽ കളിക്കാൻ പോവാൻ.
ആശ അവിടെ ബ്രൈഡൽ ഷൂട്ടാണ്. ആശയുടെ കസിൻ്റെ കല്യാണത്തിന്, ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി എടുത്ത് ഉടുപ്പ്. അന്ന് അവൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നാണ് അവൾ ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എന്താ പറയുക, ഓരോരുത്തരും ഓരോ സമയത്തായിട്ടാണ് കേട്ടോ കഴിച്ചത്. ആദ്യം ചെന്നവർ ആദ്യം കഴിച്ചു, അങ്ങനെയാണ് ഉണ്ടായത്. നമുക്ക് ഒത്തിരി ഫുഡ്സ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, ഗണാഷ് ഉണ്ടായിരുന്നു. പിന്നെ അതെന്തോ ഒരു സ്നാക്സാണ് കേട്ടോ, അത് പൻസിറ്റാണ്. ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു സാലഡ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു. ജെർലിയുടെ മോനെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് കേട്ടോ. അവർ ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ടൂൾസൊക്കെ കൊണ്ടാണ് വന്നേ. അവന് വണ്ടി ഉണ്ടായിരുന്നു, വണ്ടി കൊണ്ട് മണൽ വാരി അവൻ ആ മണൽ കൊണ്ട് സെയിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, വീട് പണിക്കുള്ള മണൽ എനിക്ക് തരാമോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അവന് എൻ്റെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് അവൻ തന്നില്ല. നനഞ്ഞ മണലായതുകൊണ്ട് പുള്ളി വിചാരിച്ച പോലെ അത് താഴെ ഇടാനായിട്ട് പുള്ളിക്ക് പറ്റുന്നില്ലായിരുന്നു. വണ്ടിയിൽ നിന്ന് അത് പോകുന്നില്ലായിരുന്നു കേട്ടോ. അത് മരത്തിൻ്റെ മുകളിൽ കയറി എടുത്തതാണ് കേട്ടോ. ഈറ്റിംഗ് ആണ് മെയിനായിട്ട് കൂടുതൽ നടന്നത്. പിന്നെ ഓട്ടവും കളിയൊക്കെയാണ്. അതവർ ഫുഡ് ഗ്രില്ല് ചെയ്യാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കി തന്നത്. ഇവിടെ ഡാൻസാണ്. കസാര കളിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അവരും കസാര കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഞങ്ങൾ ഇന്ത്യൻസ് എല്ലാവരും ഔട്ടായിരുന്നു. വിന്നറായത് ആത്തി ക്രിസ്റ്റ്യനാണ് കേട്ടോ. ആദ്യമേ പ്രിയ ഔട്ടായി പോയി, അതിൻ്റെ വിഷമാണ് അവൾക്ക്. അടുത്തത് അവളെ കൂട്ടായി. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഇന്ത്യൻസും ആദ്യമേ ഇങ്ങ് പോകുന്നു കേട്ടോ.
അവിടെ എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ലഞ്ചാണ്. ഇത് വെണ്ടയ്ക്കയും കയ്പ്പയ്ക്കയും വഴുതനങ്ങയൊക്കെ പുഴുങ്ങിയതാണ് കേട്ടോ. അവിടെ അങ്ങനെ കഴിക്കും. പിന്നെ പൻസെറ്റ് റൈസ്, 2 പാത്രത്തിന് റൈസാണ്. ചിക്കൻ ഗ്രില്ല് ചെയ്തത്, അയിലമീനും കേരയൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത് ചെമ്മീനാണ്. ഇവരിത് വേവിച്ചിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അത് 2 തരം സോസാണ്. ഒന്ന് എന്തോ ഫിഷ് എന്തോ ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഒന്ന് നമ്മുടെ കച്ചപ്പറൊക്കെ പോലെ വിനെഗറാണ്. ഭയങ്കരമായിട്ട് ഇവരുടെ ഫുഡിൽ ഭയങ്കരമായിട്ട് വിനെഗറാണ് കേട്ടോ. അവരുടെ ഫുഡായിരുന്നു. സോ ഫുഡ് ഞങ്ങൾക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതല്ലാതെ ബാക്കി ഓൾ ദ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറബിൾ, എന്താ പറയുക, എൻജോയബിൾ മൂമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ ഏറ്റവും അവസാനമാണ് ഞാൻ ഇങ്ങോട്ട് ചെന്ന് പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ നാട്ടിലെ പുഴയിലൊക്കെ പോയൊരു ഫീലായിരുന്നു അവിടെ വന്നപ്പോൾ. നിറച്ച് പായലും കല്ലും ഒക്കെ ആയിട്ട്. ഈ കുട്ടീസ് മഞ്ജുചേച്ച മക്കളാണ്. അവർ 2 പേര് എൻ്റെ കൂടെയായിരുന്നു വെള്ളത്തിൽ മുങ്ങാനും കളിക്കാനും ഒക്കെ. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പം അവന്മാർ എൻ്റെ പുറകെ വരാൻ നിന്നു. അപ്പം എനിക്ക് പേടിയാണ്, കാരണം എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട്. നല്ല ഓളമുണ്ട്, കടലാണല്ലോ, അപ്പം അതിൻ്റേതായൊരു പവറൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. അപ്പം എനിക്ക് പേടിയായി. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആട്ടോ. നിങ്ങൾക്ക് ആ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം ഇവിടുത്തെ വെള്ളം ഒന്നുകൂടെ ക്ലിയർ ആണ്. ഞാൻ സമാധാനപരമായിട്ട് ഇൻട്രോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതേ ഒരുത്തൻ എൻ്റെ പുറകെ ഓടി വന്നു. അതാട്ടാ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരല്ലേ, തിരിച്ചു പോകുമെന്ന് പറയുവാണ്. ഇൻട്രോ എടുക്കാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും ഇങ്ങനെ അങ്ങ് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ലേറ്റ് ആയാലും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കൂടെ കൂട്ടി എല്ലാവർക്കും നന്ദി. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഇവർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പം കിട്ടിയ 2 മീനാണ് കേട്ടോ. ഒരു മീനും ഒരു സ്കിഡാണെന്ന് തോന്നുന്നു കിട്ടിയത്. പിന്നെ നമ്മുടെ ഫുഡ് കഴിച്ചു. ഫുഡ് എടുത്തു. സൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കുറച്ചൊക്കെ കഴിച്ചു, കുറച്ചൊക്കെ കളഞ്ഞു. അങ്ങനെ എല്ലാവരും ഞാൻ പറയുമായിരുന്നു ചൈനീസുകാർ വീശുന്ന പോലെ അവരിരുന്ന് വീശുമായിരുന്നു. അത് ചീച്ചയായി ഫുഡിൻ്റെ ടൈം ആയപ്പോൾ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.